സങ്കടപ്പെടുന്ന മനുഷ്യൻ്റെ നിലവിളിയുടെ മുമ്പിൽ ഇറങ്ങി വന്ന് അവനെ ധൈര്യപ്പെടുത്തി ആശ്വസിപ്പിക്കുന്ന ദൈവത്തിൻ്റെ ഒരു ചിത്രം വിശുദ്ധ ഗ്രന്ഥം നമ്മുടെ മുമ്പിൽ തുറന്നു വയ്ക്കുന്നുണ്ട്. ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ വേദനയിൽ കിടന്നുകൊണ്ട് കരഞ്ഞു വിളിക്കുന്ന ഒരു ഇസ്രായേൽ ജനത്തിൻ്റെ കഷ്ടപ്പാട് കണ്ട് ഇറങ്ങി വന്ന് ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് അവരെ വീണ്ടെടുത്ത് കാനാൻ ദേശത്തേക്ക് നയിക്കുന്ന ദൈവത്തിൻ്റെ ഒരു പരിപാലന. ദൈവം അന്നും ഇന്നും ഇങ്ങനെ തന്നെയാണ്. വേദനിക്കുന്നവരുടെ കൂടെ ദൈവമുണ്ട്. നമ്മുടെ ചുറ്റുപാടുകളിലും സഹിക്കുന്ന മനുഷ്യരുടെ ജീവിതത്തിലേക്ക് ഇറങ്ങി വന്ന് കരം പിടിച്ച കഥകളുടെ യാത്രയാണ് ബെത്സയിദ. ഏവർക്കും ഈ എപ്പിസോഡിലേക്ക് സ്വാഗതം. ആക്സിഡന്റ് പറ്റിയിട്ട് 3 മാസത്തോളം കോമയിലായിരുന്നു. ഏകദേശം ഒരു 3 മാസത്തോളം കോമയിലായിരുന്നു. മക്കളന്ന് മോൾ അംഗൻവാടിയിൽ, മോൻ 6.5 വയസ്സ് 2ാം ക്ലാസ്സിൽ പഠിക്കുന്നുള്ളൂ. ഓക്കെ. അപ്പോൾ പിള്ളേരൊക്കെ വീട്ടിലായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ ബ്രെയിൻ മൊത്തം ഷെയ്ക്കായിപ്പോയി. അതുകൊണ്ട് ഓപ്പറേഷൻ നടത്താൻ പറ്റൂല. എല്ലാവരും ഓപ്പറേഷൻ നടത്താൻ പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ നടത്തല്ലേന്നായിരുന്നു എൻ്റെ പ്രാർത്ഥന. കാരണം ഇത്രയും അവശതയിരിക്കുന്ന ബ്രെയിൻ ചിലപ്പോൾ തുറന്നാൽ ബുദ്ധിമുട്ടായാലോ എന്നുള്ളൊരു പേടി എനിക്കുണ്ടായിരുന്നു. ഡോക്ടർ തന്നെയാണ് പറഞ്ഞത്, തുറന്നത് ചിലപ്പോൾ. എന്നോട് ഒരു പ്രാർത്ഥനാ ഗ്രൂപ്പിൽ ഒരു ചേട്ടൻ പറഞ്ഞു 23ാമത്തെ ദിവസം അനങ്ങും. അപ്പോൾ ഡോക്ടർ ഞങ്ങളോട് പറയുന്നത് ആൾ അനങ്ങിക്കിട്ടിയാൽ രക്ഷപ്പെടും, അല്ലാതെ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് അനക്കം വരാൻ വേണ്ടിയാണ് വെയിറ്റ് ചെയ്യുന്നതായിരുന്നു ആദ്യമൊക്കെ. പ്രിയമുള്ളവരെ, ഇന്ന് ഈ എപ്പിസോഡിൽ നമ്മൾ പരിചയപ്പെടുന്നത് 2 പേരെയാണ്. ജോജോ എന്ന് പറയുന്ന സഹോദരനും അദ്ദേഹത്തിൻ്റെ ഭാര്യ ലിൻസിയും. ഇവരെയാണ് നമ്മൾ കണ്ടുമുട്ടാൻ പോകുന്നത്. നിങ്ങളെപ്പോലെ തന്നെ എനിക്കും ഈ 2 കാര്യങ്ങൾ മാത്രമേ അറിയാവൂ. ഒന്ന്, ഇവർ ഭാര്യ ഭർത്താക്കന്മാരാണ്. 2, ഇവരുടെ പേരുകൾ എനിക്കറിയാം. നമുക്ക് അവരെ കൂടുതൽ പരിചയപ്പെടാം. ജോജോ ചേട്ടാ, ടീച്ചറെ, ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്ക് സ്നേഹത്തോടെ സ്വാഗതം. എനിക്ക് ഈ പ്രേക്ഷകരെ പോലെ ആകെ അറിയാവുന്നത് നിങ്ങളുടെ പേര് മാത്രം. ഞാനും അത് പുതുമയോടെ നിങ്ങളെക്കുറിച്ചൊന്ന് കേൾക്കാൻ ആഗ്രഹിക്കുകയാണ്. തീർച്ചയായിട്ടും നിങ്ങളിന്ന് എൻ്റെ മുമ്പിൽ ഇവിടെ ഈ സ്റ്റുഡിയോയിൽ വന്നിരിപ്പുണ്ടെങ്കിൽ അതിന് കാരണമുണ്ട്. ആ കാരണം എനിക്കറിയില്ല. ഈ പ്രോഗ്രാമിൻ്റെ പ്രൊഡ്യൂസർ നിങ്ങളെ കേട്ടിട്ടുണ്ട്. ഈ പ്രോഗ്രാമിന് പറ്റുന്ന എന്തോ ഒരു ജീവിത കഥ നിങ്ങളിൽ ഉണ്ടെന്ന് അറിഞ്ഞുകൊണ്ടാണ് നിങ്ങളെ കൊണ്ടുവന്നിരുത്തിയിരിക്കുന്നത്. ഞാനും അത് കേൾക്കാനായിട്ട് ആഗ്രഹിക്കുക. അതിനു മുമ്പ് നിങ്ങളെക്കുറിച്ച് ഒന്ന് പരിചയപ്പെടുത്തി, നിങ്ങളുടെ വീട്, സ്ഥലം, നാട്, മക്കള്, നിങ്ങളുടെ തൊഴിൽ, ജീവിത രീതി ഒക്കെ ഒന്ന് പരിചയപ്പെടുത്തി നമുക്ക് തുടങ്ങാം. ഇത് ജോജോ. അവിടെ ഞങ്ങളുടെ വീട് മൂത്തകുന്നം എന്ന് പറയും. പറവൂരിനും കൊടുങ്ങല്ലൂരിനും ഇടയിൽ മൂത്തകുന്നത്താണ് വീട്. വിവാഹം കഴിഞ്ഞിട്ട് എത്ര വർഷമായി? ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് ഇപ്പോൾ 27ാമത്തെ വർഷമാണ്. മക്കള് 2 പേരാണ്. മൂത്തത് മോനും ഇളയത് മോളും. മോൻ ഇപ്പോൾ BTech കഴിഞ്ഞിട്ട് അവൻ കാനഡയിൽ പഠിച്ച് കഴിഞ്ഞിറങ്ങി ചെറിയ ജോലിയിലായിട്ടുണ്ട്. മോള് B.Pharm 3rd ഇയർ പഠിക്കുന്നു. നിങ്ങൾ 3 പേരും ഇപ്പൊ വീട്ടിലുള്ളത്? മോള് ഹോസ്റ്റലിലാണ്. 2 പേരും ഭാര്യയും ഭർത്താവും തന്നെ ഉള്ളൂ? അതെ. ഓക്കെ. നിങ്ങളുടെ 2 പേരുടെയും ജോലി കാര്യങ്ങളൊക്കെ? ജോജോ മലഞ്ചരക്ക് കട നടത്തുമായിരുന്നു, ബിസിനസ് ആയിരുന്നു. പിന്നെ ഞാൻ ടീച്ചറാണ്. കൊടുങ്ങല്ലൂർ PBMG ഇപ്പൊ പഠിപ്പിക്കുന്നുണ്ട്. PBMGHS കൊടുങ്ങല്ലൂരിൽ ഹൈസ്കൂൾ ടീച്ചറാണ്. ബയോളജി പഠിപ്പിക്കുന്നത്. അപ്പനും അമ്മയും 2 മക്കളും അടങ്ങുന്ന കുടുംബം അല്ലേ? ടീച്ചറിന്റെ സ്വന്തം നാട്, ജനിച്ചു വളർന്ന? എന്റെ സ്വന്തം നാട് മൂത്തുകുന്നത്തുനിന്ന് ഒരു 3.5 കിലോമീറ്റർ അപ്പുറം മുനമ്പം എന്ന് പറയും. വലിയ ദൂരം ഇല്ല. ഇപ്പോൾ ആക്സിഡന്റിന്റെ ഫലമായിട്ടാണ് ഇപ്പോൾ നിങ്ങൾ ഇവിടെ ഇങ്ങനെ വന്നിരിക്കാൻ ഒരു കാരണം ഉണ്ടായത് തന്നെ. ആ ആക്സിഡന്റിനെ കുറിച്ച് തന്നെ നമുക്കൊന്ന് കേട്ടു തുടങ്ങാം. 2005 സംഭവിച്ചത്. ആള് ബിസിനസ്സിന് പോയിട്ട് തിരിച്ചു വരുന്ന വഴിയായിരുന്നു. അപ്പോൾ വീട്ടിലേക്ക് എത്തുന്നതിന് മുമ്പ് ഞങ്ങളുടെ ബസ് സ്റ്റോപ്പിൽ തന്നെയാണ് റോഡ് ക്രോസ് ചെയ്തതാണ്, നടന്ന് ക്രോസ് ചെയ്തതാണ്. അപ്പോൾ കാറ് വന്നിടിച്ചെന്നാണ് പറയുന്നത്. അന്ന് കണ്ടു നിന്നവരങ്ങനെ പറഞ്ഞ കാറ് വന്നത് 2 കാറുകാരനെ കണ്ടില്ല, ആളും കണ്ടില്ല. പെട്ടെന്നുള്ളതായിരുന്നു. അവന് ഇടിച്ചു.
വലിയൊരു ഇതായിരുന്നു. പൊങ്ങിപ്പോയിട്ട് വന്ന് വീണെന്നാ പറഞ്ഞു. ഉടനെ തന്നെ നിലത്ത് വന്ന് നിലത്തേക്ക് വീണതിന് മുമ്പ് കാറിൽ വീണ് ചില്ലിന്റെ ബീഡിങ്ങിലേക്ക് വീണിട്ട് ഇടിച്ചിട്ട് ആ വണ്ടിയുടെ തന്നെ വണ്ടിയുടെ മേലെ വീണിട്ടാണ് താഴേക്ക് വീണത്. പിന്നെ ഒക്കെ അറിയണവര് കണ്ടു നിൽക്കുന്നതുകൊണ്ട് ഉടനെ തന്നെ ആ കാറിൽ തന്നെയാണ് അടുത്തൊരു ഹോസ്പിറ്റലിന്, മെഡിക്കെയർ ഹോസ്പിറ്റൽ കൊടുങ്ങല്ലൂര്, അടുത്തുള്ള ഹോസ്പിറ്റലിൽ അവിടേക്ക് എത്തിച്ചു. പിന്നെ അവിടെ അറിയുന്ന ഡോക്ടറായിരുന്നു, ഞങ്ങളുടെ ഇവരുടെ ചേട്ടൻ്റെ ഒക്കെ ക്ലാസ്മേറ്റും എൻ്റെ സീനിയറായിട്ട് പഠിച്ചിരുന്ന ഡോക്ടർ. അപ്പോൾ ആളെയൊക്കെ അറിയായിരുന്നു ഡോക്ടറിനെ കണ്ടപ്പോൾ തന്നെ. ഈ അപകടം സംഭവിച്ച സമയത്ത് ഗുരുതരമായിട്ട് പറ്റിയിട്ടുണ്ട്. അപകടം പറ്റിയിട്ട് തലയൊക്കെ പൊട്ടിയിട്ടുണ്ടായിരുന്നു. പറ്റിയിട്ട് ആള് മിണ്ടിയിട്ടില്ലെന്നാ പറഞ്ഞേ. പക്ഷെ എല്ലാം അറിയണവരാണ് കണ്ടു നിൽക്കുന്നതുകൊണ്ട് അവരപ്പം തന്നെ ഹോസ്പിറ്റലിലെത്തി. ഹോസ്പിറ്റലിന്റെ അടുത്ത് തന്നെയാണ്, ഒരു 10 മിനിറ്റ് ഓടാനുള്ള ദൂരം ഉണ്ടായിരുന്നുള്ളൂ. ടീച്ചർ സ്കൂളിലാണ്. ഞാൻ അന്ന് പാലക്കാടാണ് വർക്ക് ചെയ്യുന്നത്. ഫസ്റ്റ് അപ്പോയിന്റ്മെന്റ് പാലക്കാടായിരുന്നു. നാട്ടിലില്ല. ഇല്ല, ഡെയിലി പോയി വരുമായിരുന്നു. അപ്പോൾ അന്ന് ഞാൻ സ്കൂളിലായിരുന്നു. രാവിലെ ഒരു 11 മണിയോടുകൂടിയായിരുന്നു ആക്സിഡൻറ്റ് പറ്റുന്നത്. പക്ഷെ അന്നൊക്കെ മൊബൈൽ ഫോണൊന്നും അങ്ങനെ ഇല്ലാത്തതുകൊണ്ട് ലാൻഡ് ഫോണുകൾ മാത്രമേ ഉള്ളൂ. അപ്പം എൻ്റെ സ്കൂളിൻ്റെ ഫോൺ നമ്പർ ആളുടെ കയ്യിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, വേറെ ആർക്കും അറിയില്ലായിരുന്നു. അപ്പം അതുകൊണ്ട് അവർ ഫോണൊക്കെ തപ്പി പിടിച്ച് നമ്പറൊക്കെ അന്വേഷിച്ച് കണ്ടെത്തി വിളിക്കുമ്പോഴേക്കും ഉച്ചയായിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും അടുത്തുള്ള ഹോസ്പിറ്റലിൽ ചെന്ന് അവിടെ ഞങ്ങളുടെ ഫ്രണ്ടായിട്ടുള്ളൊരു കിഷോർ ഡോക്ടറായിരുന്നു അന്ന് ഡ്യൂട്ടിയിൽ. അപ്പോൾ ഡോക്ടർ അറിയുന്നത് കൊണ്ട് ആ രീതിയിൽ കുറച്ചുകൂടി എളുപ്പത്തിൽ കാര്യങ്ങളൊക്കെ ചെയ്തു. ഹോസ്പിറ്റലിൽ നിന്ന് മാറ്റി 1.5 മണിക്കൂർ കൊണ്ട് മെഡിക്കൽ ടെസ്റ്റ് എറണാകുളം മെഡിക്കൽ ടെസ്റ്റിൽ എത്തിക്കാൻ സാധിച്ചു. അപ്പോൾ ആളുടെ ചേട്ടൻ കൂടി ഉണ്ടായിരുന്നു. അപ്പോഴേക്കും എല്ലാവരും അറിഞ്ഞെത്തി. പിന്നെ ഇവര് നേരെ ഹോസ്പിറ്റലിലേക്ക് പോയി. അത് കഴിഞ്ഞ് ഫോൺ വിളിച്ച് സ്കൂളിലേക്ക് ഫോൺ വിളിച്ച് അറിയിച്ചിട്ട് അവിടെ നിന്ന് ഞങ്ങൾ കാറിന് ടീച്ചേഴ്സിൻ്റെ ഈ പ്രേക്ഷകർക്കൊന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ടീച്ചറിനും കാര്യമായിട്ട് അറിയില്ല, പക്ഷെ ചെന്ന് ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ പ്രാഥമികമായിട്ട് അവർ എന്താ പറഞ്ഞെന്ന് വല്ലതും കേട്ടോ? അന്ന് വലിയ മുറിവുകളാണ്. തലയിൽ നിറുകുന്ന തലയിൽ തന്നെ 12 സ്റ്റിച്ച് എന്തോ ഉണ്ടായിരുന്നു. ഈ ചെവിയുടെ സൈഡിൽ 9 സ്റ്റിച്ച് അങ്ങനെ എന്തോ ഉണ്ടായിരുന്നു. ഫസ്റ്റ് എയ്ഡ് ചെയ്തെന്നാണ് ആ ഡോക്ടർ അന്ന് പറഞ്ഞത്. ഈ ഫസ്റ്റ് ആക്സിഡന്റ് പറ്റുമ്പോഴുള്ള ഫസ്റ്റ് എയ്ഡ് പഠിച്ച് വന്നേക്കണ സമയമായിരുന്നു. അപ്പോൾ ഡോക്ടർ ചെയ്ത ഫസ്റ്റ് എയ്ഡ് മാത്രമേ ചെയ്തിട്ടുള്ളൂ, പിന്നെ തലയിലൊന്നും ചെയ്തിട്ടില്ല. വളരെ സീരിയസ് ആയിരുന്നു. ഇവിടുന്ന് തന്നെ CT സ്കാനൊക്കെ എടുത്ത് നോക്കിയിട്ടാണ് ഇവിടുന്ന് വിട്ടത്. പിന്നെ ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ ചെയ്തതെന്ന് വെച്ചാൽ അവിടെ മെഡിക്കൽ ടെസ്റ്റിൽ കൊണ്ടുപോയി ചെന്നപ്പോൾ അവിടെയും എൻ്റെ അപ്പച്ചൻ്റെ വല്യപ്പൻ്റെ മോള് സിസ്റ്റർ ആൻറ്റി ഉണ്ട്, സിസ്റ്റർ സിന്ധ്യ. സിസ്റ്റർ ഉള്ളതുകൊണ്ട് കുറച്ചുകൂടി കാര്യങ്ങൾ ഞങ്ങൾക്ക് അറിയാനൊക്കെ എളുപ്പമുണ്ടായിരുന്നു. എന്നെ ICUലാക്കി. പിന്നെ സീരിയസ് തന്നെയാണ്. പിന്നെ ഒരു 48 മണിക്കൂറൊക്കെ ആദ്യം പറഞ്ഞു. പിന്നെ 7 ദിവസം വെന്റിലേഷനിലായിരുന്നു. 7ാമത്തെ ദിവസം അത്രയും ദിവസം വെന്റിലേഷനിൽ വയ്ക്കാൻ പറ്റുള്ളൂ പറഞ്ഞു. പ്രാർത്ഥനയായിരുന്നു. എല്ലാവരും നാട്ടിലും എല്ലാവരും ഒത്തിരി പേരുടെ പ്രാർത്ഥന കിട്ടിയിട്ടുണ്ട്. കാരണം എൻ്റെ നാട്ടിലും ആൾക്ക് പിന്നെ ബോട്ടിൻ്റെ ചെറിയൊരു ബിസിനസ്സും കൂടി ഉണ്ടായിരുന്നു എൻ്റെ നാട്ടിൽ. അപ്പോൾ അതുകൊണ്ട് അവിടെയും എല്ലാവരും അറിയുന്നവരായിരുന്നു. അപ്പോൾ മൊത്തം ആ നാട്ടിൽ ഈ നാട്ടിലൊക്കെ എല്ലാവരും വലിയ പ്രാർത്ഥനയിലായിരുന്നു. ഈ കടന്നു പോകുന്ന ദിവസങ്ങളിൽ ഡോക്ടേഴ്സ് പ്രതീക്ഷകൾ പറയുന്നുണ്ടായിരുന്നോ, അതോ ആ സമയത്ത് പ്രതീക്ഷകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 48 മണിക്കൂർ അങ്ങനെ. പിന്നെ അവിടെയുള്ള ഞാൻ പാലക്കാട് നിന്ന് വന്നപ്പോഴത്തേന് വൈകിട്ട് 4:30 മണിയായിട്ടുണ്ടായിരുന്നു. അപ്പോൾ വന്നു കഴിഞ്ഞപ്പോൾ ജസ്റ്റ് ആ സമയത്ത് ഒരാളെ കയറ്റും എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ജസ്റ്റ് കയറി കണ്ടു. നമ്മൾ കാണുമ്പോൾ ഉറങ്ങിക്കിടക്കണ പോലെ കിടക്കായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞാൽ പിന്നെ ബന്ധുക്കൾ, ചേട്ടനും പെങ്ങന്മാർ, അങ്ങനെ എല്ലാവരും സ്വന്തക്കാരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ അവർക്കാണ് വിവരങ്ങൾ അറിയാം. ഞാൻ റെസ്റ്റിംഗ് റൂമിൽ മറ്റേ കാത്തിരിക്കുന്നൊരു റൂമുണ്ട് അവിടെ. ഞാൻ അവിടെ നിന്ന് ബൈബിള് വായിക്കുക മാത്രമേ ചെയ്യാറ്. വരുന്നവരെയൊക്കെ അവരാണ് കൈകാര്യം ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ ജോജോ ചേട്ടൻ്റെ അവസ്ഥ എങ്ങനെയാണ്? ഇപ്പോൾ 18 വർഷം കഴിഞ്ഞു ആക്സിഡന്റ് സംഭവിച്ചിട്ട്. ആക്സിഡന്റ് പറ്റിയിട്ട് 3 മാസത്തോളം കോമയിലായിരുന്നു. ഏകദേശം ഒരു 3 മാസത്തോളം കോമയിലായിരുന്നു. 2.5 മാസം കഴിഞ്ഞപ്പോഴാണ് ചെറിയ മാറ്റങ്ങളൊക്കെ വന്ന്
അങ്ങനെ ട്രക്കിയോസ്റ്റമി ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക് അതിലേക്ക് തിരിച്ചു വരാം. ഇപ്പോൾ ആൾക്ക് വീൽ ചെയർ എപ്പോഴും വേണം? വീൽ ചെയറിലല്ല, വാക്കറിലാണ്. വാക്കറിൽ നടക്കും ഇപ്പോൾ. ഓക്കെ ഓക്കെ. വാക്കറിൽ നടക്കും. മുറ്റത്തെ കൂടി നടക്കണമെങ്കിൽ നടക്കാം. പിന്നെ ഇറങ്ങാതെയായിട്ട് ബുദ്ധിമുട്ടാണ്. വീടിന്റെ അകത്തേക്കൂടെ ആദ്യമൊക്കെ നടക്കുമായിരുന്നു, ചേട്ടന്മാരുടെ വീട് വരെയൊക്കെ പോവുക. വീട്ടില് എപ്പോഴും വാക്കറായിട്ട് നടക്കും. സംസാരിക്കാൻ ആദ്യമൊക്കെ ഒട്ടും തിരിയില്ലായിരുന്നു. ഇപ്പൊ അത്യാവശ്യം എല്ലാവർക്കും മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട്. പതിനെട്ട് വർഷം അല്ലേ? 18 വർഷം. ഈ 18 വർഷം ടീച്ചറാണ് ചേർന്ന് നിന്ന് ഇവിടെ വരെ എത്തിച്ചത്. ഞാൻ മാത്രമല്ല, വീട്ടുകാരെല്ലാവരും കൂടി ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഇവിടെ ചേട്ടത്തിമാരും ചേട്ടന്മാരും ഞങ്ങൾ 4 കൂട്ടരാണ്. പിന്നെ ഞങ്ങൾക്കൊരു സർവൻ്റ് ചേച്ചി ഉണ്ടായിരുന്നു. മോനെ പ്രസവിച്ചപ്പോഴാണ് എനിക്ക് ജോലി കിട്ടിയത്. പിന്നെ 5.5 മാസമുള്ളപ്പോൾ. അപ്പോൾ അങ്ങനെ കൊച്ചിനെ നോക്കാനായിട്ട് വന്നാണ് ആ ചേച്ചി. ആ ചേച്ചിയും ഫുൾ ടൈം വീട്ടിലുണ്ടാവും. ആളുടെ കാര്യങ്ങളൊക്കെ ഇപ്പൊ ആള് തന്നെ നോക്കിക്കോളും. ഭക്ഷണം കഴിക്കുന്നൊക്കെ തന്നെ എല്ലാം നമ്മള് മേശപ്പുറത്തെല്ലാം സെറ്റ് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ. അപ്പോൾ നമുക്ക് തിരിച്ച് പഴയതിലേക്ക് തന്നെ പോകാം. അപ്പോൾ ആക്സിഡന്റ് പറ്റി ഹോസ്പിറ്റലിൽ 48 മണിക്കൂർ പറഞ്ഞു. പിന്നെ കുറച്ച് നാൾ വെന്റിലേറ്റർ സഹായത്തിലൂടെ 7 ദിവസം കടന്നു പോകുന്നു. ആ ദിവസങ്ങളൊക്കെ നമുക്ക് ഞാൻ ഇപ്പോൾ ഇരിക്കുമ്പോൾ തന്നെ ടീച്ചറിൻ്റെ കണ്ണ് നിറയുന്നത് എനിക്കറിയാം. കാരണം ആ പറയുമ്പോൾ പഴയ ആ അനുഭവത്തിൻ്റെ ചിത്രം അതുപോലെ മനസ്സിൽ ഇപ്പോഴും പച്ചകടാതെ കിടപ്പുണ്ട്. അങ്ങനെയാണെങ്കിൽ അന്ന് കടന്നുപോയ വേദന നമുക്ക് ചിന്തിക്കാവുന്നതിന് അപ്പുറത്താണ്. കാരണം നമുക്ക് ഇപ്പം ഇരുന്ന് സംസാരിക്കുന്നോട്ടല്ല അത്. കടന്നുപോയ ജീവിതത്തിൻ്റെ ക്ലേശങ്ങൾ നിറഞ്ഞ ഒരുപക്ഷെ നിങ്ങളുടെ ആയുസ്സിൽ തന്നെ ഏറ്റവും സഹനങ്ങളുടെ സമയങ്ങളിലൂടെ കടന്നുപോയതാണ്. പിടിച്ചു നിന്ന് തീർച്ചയായിട്ടും ഇപ്പം ഞാൻ ആ ടീച്ചറെ പറഞ്ഞ ഒരു കാര്യം ഞാൻ ശ്രദ്ധിച്ചു. അവരെല്ലാവരും ഹോസ്പിറ്റലിലെ കാര്യങ്ങൾ നോക്കുമ്പോഴും മാറി നിന്ന് ബൈബിൾ വായിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ തീർച്ചയായിട്ടും പിടിച്ചു നിർത്തിയത് ആ ഒരു പ്രാർത്ഥനയുടെ ബലവും കാര്യങ്ങളൊക്കെ തന്നെയായിരിക്കും. എന്നിട്ട് പിന്നീട് 2-3 മാസക്കാലം കോമ സ്റ്റേജിലായി. 3 മാസം കറക്റ്റ് ഹോസ്പിറ്റലിലായിരുന്നു. ഈ കോമയിലായിരുന്ന സമയം മക്കളന്ന് മോൾ അംഗൻവാടിയിൽ, മോൻ 6.5 വയസ്സ് 2ാം ക്ലാസ്സിൽ പഠിക്കുന്നുള്ളൂ. ഓക്കെ. അപ്പോൾ പിള്ളേരൊക്കെ വീട്ടിലായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ അവിടെ നിന്ന് നമ്മൾ പ്രാർത്ഥനയുടെ ഒരു ഒറ്റ ഫലം മാത്രമാണ് നമുക്ക് തിരിച്ചു കിട്ടിയെന്നുള്ളതാണ്. പിന്നെ പകലൊക്കെ ഞാൻ നിത്യാരാധനയുടെ പള്ളിയിൽ പോയി അവിടെ പോയിരുന്നു പ്രാർത്ഥിക്കും. പിന്നെ ശരിയാണോ തെറ്റാണോന്ന് എനിക്കറിയില്ല. ഞാൻ 2 പ്രാവശ്യം ജോജോന് വേണ്ടി കുമ്പസാരിച്ചിരുന്നു. അങ്ങനെ പാടണ്ടോന്നൊന്നും എനിക്കറിയില്ല. എന്നാലും അദ്ദേഹത്തിന് പറ്റാത്തൊരു കാര്യം, അദ്ദേഹത്തിൻ്റെ ഒരു കുറവുണ്ടെങ്കിൽ ദൈവം അത് പൊറുക്കട്ടെ എന്നുള്ള അല്ലേ? അതിലോ ശരിയോ തെറ്റോ അല്ല ടീച്ചറെ, അതിന് നമ്മുടെ മനസ്സിലെ ഒരു ചിന്തയുണ്ടല്ലോ. ഇതിൻ്റെ ശരിയും തെറ്റും പറയാനല്ല, മറിച്ചെങ്കിലും നമ്മുടെ ജീവിത പങ്കാളി ദൈവം നമ്മളെ ഏൽപ്പിച്ചു എന്നതാണ്. ആൾ തിരിച്ചു വരണം എന്നൊരാഗ്രഹം. ആൾക്ക് എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ എൻ്റെ ദൈവം ക്ഷമിക്കട്ടെ, ഞാനതിന് ദൈവത്തോട് മാപ്പ് ചോദിക്കുന്നത് വികാരം. അതിൻ്റെ ബാക്കി ദൈവശാസ്ത്രപരമായ തലത്തിലേക്കൊന്നും നമുക്ക് പോകണ്ട. നമ്മുടെ ഒരു എളിയ വിശ്വാസമാണത്. ഒറ്റ വാക്കിൽ നമ്മളത് പറഞ്ഞു പോകുമ്പോഴും നമുക്കറിയാം കടന്നുപോയ, പ്രത്യേകിച്ച് കോമ സ്റ്റേജിലൂടെ കടന്നു പോകുന്ന സമയത്ത്, ഇപ്പം ടീച്ചർ ആ സമയത്ത് 23 ദിവസം ICUവിൽ തന്നെയായിരുന്നു. ഓക്കെ. 21 അല്ല 29, 1 മാസത്തോളം ICUവിലായിരുന്നു. അപ്പോൾ അവിടെ ഉണ്ടായിരുന്നെന്ന് വെച്ചാൽ എല്ലാവരും ഭയങ്കരമായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ഓരോ സ്ഥലത്ത് ഇങ്ങനെ പ്രാർത്ഥന പറയുമ്പോൾ അവർ ഇങ്ങനെ പ്രത്യേകിച്ച് ഒന്നും ഹോപ്പായിട്ട് പറയുന്നുണ്ടായിരുന്നില്ല ആദ്യമൊക്കെ. ഓക്കെ. പിന്നീട് നാത്തൻ്റെ ഹസ്ബൻഡ് അളിയൻ എന്നോട് ഒരു പ്രാർത്ഥനാ ഗ്രൂപ്പിൽ ഒരു ചേട്ടൻ പറഞ്ഞു 23ാമത്തെ ദിവസം അനങ്ങും. അപ്പോൾ ഡോക്ടർ ഞങ്ങളോട് പറയുന്നത് ആൾ അനങ്ങിക്കിട്ടിയ രക്ഷപ്പെടും, അല്ലാതെ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് അനക്കം വരാൻ വേണ്ടിയാണ് വെയിറ്റ് ചെയ്യുന്നതായിരുന്നു ആദ്യമൊക്കെ. അങ്ങനെ 14-19 ദിവസം ഇപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇനി പ്രത്യേകിച്ച് വ്യത്യാസമൊന്നും വന്നിട്ടില്ല, അതുകൊണ്ട് അടുത്തുള്ള ഏതെങ്കിലും ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിട്ട് അവിടെ ഇവിടുത്തെ സാഹചര്യങ്ങളൊക്കെ ഒരുക്കി കൊടുത്ത് അന്ന് ട്രക്കിയോസ്റ്റമിയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് ചെയ്യുമ്പോൾ കഫമൊക്കെ എടുക്കാനൊക്കെ ഉള്ളതുകൊണ്ട് അങ്ങനെയുള്ള സജ്ജീകരണങ്ങളുള്ള സ്ഥലത്തേക്കോ അല്ലെങ്കിൽ ആ സജ്ജീകരണം വീട്ടിലുണ്ടാക്കിയിട്ടോ നമ്മൾ കൊണ്ടുപോയിട്ട്
എന്തെങ്കിലും മാറ്റം വരുമ്പോൾ തിരിച്ചു കൊണ്ടുവന്ന് നമുക്ക് ട്രീറ്റ്മെൻറ്റ് തുടരാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ 19 ദിവസമായിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എല്ലാവരും കൂടി അളിയന്മാരും ചേട്ടന്മാരും എല്ലാവരും ഉണ്ടായിരുന്നു. എൻ്റെ വീട്ടിൽ നിന്ന് ഞങ്ങളെയും എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ അവർ മൂത്തളിയൻ എൻ്റെ വന്ന് ചോദിച്ചു, നിൻ്റെയാണ് തീരുമാനം, എന്ത് വേണം കൊണ്ടുപോയിക്കൊള്ളാനാണ് പറയണതെന്ന് പറഞ്ഞു. അപ്പോൾ അതിനു മുമ്പ് ഈ 23 ദിവസം ആകുമ്പോൾ ജോജോ അനങ്ങുമെന്ന് പ്രയറിലൂടെ സന്ദേശം കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു വിശ്വാസമുള്ളതുകൊണ്ട് പ്രാർത്ഥിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ അന്നേരം എൻ്റെ ഒരു തീരുമാനമാണ് അവർ എടുക്കണേന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ തമ്പുരാനോട് ചോദിച്ചാൽ എന്താണ് പറയണ്ടേന്നുള്ളത് ദൈവത്തോടാണ് ചോദിച്ചത്. അപ്പം അന്നേരം എൻ്റെ മനസ്സിൽ വന്ന് ഇങ്ങനെയാണ് 21 ദിവസം ആകുമ്പോൾ എന്തായാലും അനങ്ങുന്നല്ലേ പറഞ്ഞാണ്. അങ്ങനെയാണെങ്കിൽ 1 മാസം നോക്കിയിട്ട് കൊണ്ടുപോകാമെന്ന് പറയാമെന്നാണ് അന്നേരം എനിക്ക് തോന്നിയത്. അപ്പോൾ അതുപോലെ ഞാൻ അളിയനോട് പറഞ്ഞു, ഏതായാലും വന്നതല്ലേ, അപ്പോൾ 1 മാസത്തേക്ക് നമുക്ക് ഇവിടെ കിടക്കാം. 1 മാസം പറയാനുള്ള കാരണം ഇങ്ങനെ ഒരു ദിവസം കഴിയുമല്ലോ, ഒരു പ്രതീക്ഷയായിരുന്നു അത്. ഞാൻ ഇതിൻ്റെ ഇടയിൽ ഒരു ചോദ്യം ചോദിക്കാം. അതായത് ഞാൻ ചോദിക്കുന്നത് ടീച്ചറിനെ വിഷമിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല, പക്ഷേ സങ്കടങ്ങളിലൂടെ കടന്നു പോകുന്ന മനുഷ്യർക്ക് ഇതൊക്കെ കേൾക്കുമ്പോൾ ഒരു പ്രത്യാശ, ഒരു ധൈര്യമൊക്കെ ആകുമല്ലോ എന്ന് കരുതിയാണ്. ഞാൻ കോമ സ്റ്റേജിൽ കിടക്കുന്ന 2 പേരെയാണ് അടുത്ത് അറിഞ്ഞിട്ടുള്ളത്. 2 എനിക്ക് പരിചയത്തിൽപ്പെട്ടതാണ്. ഒരാൾ 6 വർഷക്കാലം കോമ സ്റ്റേജിൽ കിടന്നു, മറ്റൊരാൾ ഒരു വർഷക്കാലം. 2 പേരും ആക്സിഡൻ്റ് ആയിരുന്നു. പക്ഷേ നിർഭാഗ്യം എന്ന് പറഞ്ഞിട്ട് 2 പേരും ഇന്ന് ജീവിച്ചിരിക്കുന്നില്ല. അപ്പോൾ ആ ഒരു നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ജീവിത പങ്കാളി ഒരു 3 മാസക്കാലം ഇങ്ങനെ ഒരു കോമ സ്റ്റേജിലൂടെ കടന്നു പോകുന്നുണ്ട്. ഒരുപക്ഷെ കേട്ടിട്ടുണ്ടായിരിക്കാം ഇങ്ങനൊരു സ്റ്റേജിനെ കുറിച്ച് ഇതിന് മുമ്പ്, ചിലപ്പോൾ കണ്ടിട്ടുണ്ടായിരിക്കാം, ചിലപ്പോൾ കേട്ടിട്ടും കണ്ടിട്ടും ഒന്നുമില്ല. കാരണം അതിനൊരു അവസരമൊന്നും വന്നിട്ടില്ല. നമ്മുടെ മുമ്പിൽ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ആൾ കടന്നു പോകുന്ന ഒരു വലിയൊരു അവസ്ഥയത്. ആ കടന്നുപോയ മാനസികാവസ്ഥയും അതിനെ തരണം ചെയ്ത രീതികളൊക്കെ ഇത് ഞാനും ടീച്ചറും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഇടയിൽ ഒരുപക്ഷെ സമാനമായ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്ന കിടപ്പ് രോഗികളോ ആക്സിഡൻറ്റിൽ പെട്ടവരോ, കാരണം ഇന്ന് ദിനംപ്രതി ആക്സിഡൻറ്റ് നടക്കുക. എവിടെയെങ്കിലും മനുഷ്യർക്കൊരു പ്രതീക്ഷയുടെ ഒരു പുൽനാമ്പ് കിട്ടുവാണെങ്കിൽ അതൊരു നന്മയാണ്. അതുകൊണ്ട് ആ നാളുകൾ എങ്ങനെ കടന്നുപോയ അവസ്ഥ ഒന്ന് പറയാം. നാളുകൾ കടന്നുപോയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ഡേ കൊണ്ടുപോയി ചെന്നതിനെ ഞാൻ പറഞ്ഞല്ലോ, സിസ്റ്റർ സിന്ധ്യ എന്ന് പറഞ്ഞല്ല ആൻറ്റി, അവിടെ സിസ്റ്ററിന് സീനിയർ സിസ്റ്ററായിരുന്നു. ഞങ്ങൾ ആരും അറിയാതെ തന്നെ ചെന്നപ്പോൾ തന്നെ അതിൻ്റെ സീരിയസ്നെസ് സിസ്റ്ററിന് അറിയാവുന്നതുകൊണ്ട് സിസ്റ്റർ തന്നെ രോഗി ലേപനം കുടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ആരും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങൾ അത്രയും സമയം പോലും കളയാതെയാണ് ആൻറ്റി അത് ചെയ്തത്. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങളുടെ വല്യപ്പൻ്റെ മോൻ സാജു കളമശ്ശേരിയിൽ രാജഗിരിയുടെ പ്രിൻസിപ്പളായിട്ടുള്ള സാജു അച്ഛൻ വല്യപ്പൻ്റെ പേരക്കിടാവാ. അപ്പോൾ അച്ഛനെ അറിയിച്ചപ്പോൾ അച്ഛനും വന്ന് രോഗിലേപനം കൊടുത്തായിരുന്നു. അങ്ങനെ 2 പ്രാവശ്യം രോഗിലേപനം സ്വീകരിക്കാനുള്ളൊരു ഭാഗ്യം ജോജോന് കിട്ടിയിട്ടുണ്ട്. അത് ഈ ജീവിതത്തിലേക്കുള്ളൊരു തിരിച്ചറിവിൻ്റെ ഭാഗമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും. പിന്നെ മെഡിക്കൽ ട്രസ്റ്റിൽ കപ്പേളയിൽ ചാപ്പലിൽ എല്ലാ ദിവസവും കുർബാന ഉണ്ടാവും. നമുക്ക് പ്രത്യേകിച്ചൊന്നും അവിടെ ചെയ്യാനില്ല. ICUയിൽ 2 നേരം ഓരോരുത്തരെ കയറ്റും. അതിലൊരു നേരം ഞാൻ കയറും, കാണും. ആളവിടെ അനങ്ങാതെ കിടപ്പുണ്ടാവും. മറ്റു രോഗികളോടൊക്കെ കൂടെ ഉള്ളവർ സംസാരിക്കുമ്പോഴൊക്കെ ജോജോന് യാതൊരു അനക്കോ ഒന്നുമില്ലല്ലോ. അപ്പോൾ നമ്മൾ വിളിച്ചാലൊന്നും ഒരു റെസ്പോണ്ടും ഇല്ലല്ലോ. അപ്പോൾ നമുക്ക് വേറെ ഒന്നും ചെയ്യാനില്ല അവിടെ. അപ്പം ഞാൻ ചെയ്തിരുന്നതെന്ന് വെച്ചാൽ ICUയിലേക്ക് കയറുമ്പോൾ ആൾ പറവൂരാണ് വർക്ക് ചെയ്തിരുന്നത്. പറവൂർ ഒരു ഡോൺ ബോസ്കോ പള്ളിയുണ്ട് തിരുഹൃദയത്തിൻ്റെ. എല്ലാ വെള്ളിയാഴ്ചയും അവിടെ നൊവേനയും കുർബാനയും കൂടി അവിടെ നിന്ന് ഭക്ഷണം കഴിച്ചിട്ട് ആൾ വീട്ടിലേക്ക് വരുള്ളൂ. അന്നത്തെ ദിവസം അവിടെ നിന്നാണ് ഭക്ഷണം. എന്നിട്ട് പിന്നെ ഉച്ചക്കാലത്ത് റെസ്റ്റ് കഴിഞ്ഞ് തിരിച്ചു പോയിട്ടാണ് കച്ചവടം നടത്തിയിരുന്നത്. പള്ളിയുടെ അവിടെ നിന്ന് അധികം ദൂരമില്ല കച്ചവടം. അപ്പോൾ അവിടെ വലിയ അത്ഭുതമൊക്കെ നടക്കുന്ന പള്ളിയാണ്. എൻ്റെ ആൻറ്റിമാരും അവിടെ പള്ളിയിൽ ഭക്തരാണ്. അപ്പോൾ അവർ ഇങ്ങനെ ജോജോ വീണെന്ന് പറഞ്ഞപ്പോൾ അവിടെ നിന്ന് എണ്ണ കൊണ്ടുവന്ന് തന്നിരുന്നു, അവിടുത്തെ വിളക്കിലെണ്ണ. അപ്പോൾ അത് ഞാൻ കയറുമ്പോൾ നെറ്റിയിൽ കുരിശ് വരയ്ക്കും. ഞാൻ പ്രാർത്ഥിച്ചിരുന്നു ഇങ്ങനെയാണ്. ഇപ്പോൾ ഡോക്ടർ പറഞ്ഞേക്കണത് ബ്രെയിൻ മൊത്തം ഷെയ്ക്കായിപ്പോയി, അതുകൊണ്ട് ഓപ്പറേഷൻ നടത്താൻ പറ്റൂല. എല്ലാവരും ഓപ്പറേഷൻ നടത്താൻ പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ നടത്തല്ലേന്നായിരുന്നു എൻ്റെ പ്രാർത്ഥന. കാരണം ഇത്രയും അവശതയിരിക്കണം ബ്രെയിൻ ചിലപ്പോൾ തുറന്നാൽ
ബുദ്ധിമുട്ടായാലോ എന്നുള്ളൊരു പേടി എനിക്കും ഉണ്ടായിരുന്നു. ഡോക്ടർ തന്നെയാണ് പറഞ്ഞത്, തുറന്നത് ചിലപ്പോൾ അടയ്ക്കാനായിട്ട് ബുദ്ധിമുട്ടായിട്ട് വരാം, അപ്പം അതുകൊണ്ട് ഓപ്പറേഷൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ചെയ്യാവുന്നത് ഞാൻ അപ്പം എന്നും ഈ വെളിച്ചെണ്ണ തൊട്ടിട്ട് നെറ്റിൽ കുരിശ് വരയ്ക്കും, രണ്ട് പ്രാർത്ഥിക്കും. അപ്പോൾ ഒരു തവണ അവിടെ രക്തമൊഴുകിയൊരു അത്ഭുതം നടക്കുമ്പോൾ അന്ന് ജോജോ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ രക്തത്തുള്ളികൾ, കണ്ട കണ്ണുകൾ, പിന്നെ തലച്ചോറ്, അതൊക്കെ ദൈവം തന്നെ ഈശോ എടുത്ത് രക്തം കൊണ്ട് കഴുകി ശരിയാക്കണമെന്ന് ഞാനിങ്ങനെ പ്രാർത്ഥിക്കുന്നു. ദൈവം കേട്ടു എന്നാണ്. പിന്നെ എല്ലാ ദിവസവും കുർബാന ഉണ്ടാവും അവിടെ 6 മണിക്ക്. അപ്പോൾ 6 മണിയുടെ കുർബാനയ്ക്ക് ഞാൻ പോകും, എല്ലാ ദിവസവും പോകുമായിരുന്നു. അവിടെ ആയിരുന്നു എല്ലാ ദിവസവും. അപ്പം അങ്ങനെ ഒരു ദിവസം പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ കുർബാനയുടെ സമയത്ത് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഇങ്ങനെ കണ്ണ് തുറന്നാണ് നിൽക്കണമെങ്കിലും കുർബാനയിൽ നോക്കി വയ്ക്കണമെങ്കിലും ഇങ്ങനെ സൈഡിലായിട്ടൊരു തൊട്ടിയിലൊരു കുഞ്ഞു വാവ കിടക്കുന്ന ഉണ്ണീശ്വരുടെ പോലെ ഉണ്ണി കിടക്കുന്നതായിട്ടൊരു അത് കണ്ടതാണോ സ്വപ്നം എന്തായാലും കുർബാന അങ്ങനെ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു ദിവസം എനിക്ക് അനുഭവപ്പെട്ടപ്പോൾ ഞാൻ ജീവിതത്തിലേക്ക് തിരിച്ചു വരുമെന്നാണ് കാണിക്കണത്. അങ്ങനെ എനിക്ക് ഒരു വിശ്വാസം ഉണ്ടായിരുന്നു. എന്തായാലും എല്ലാം വ്യക്തിപരമാണ് ടീച്ചറെ, നമുക്കത് മറ്റൊരാൾക്ക് പറഞ്ഞത് മനസ്സിലാകണമെന്നില്ല. ബുദ്ധിയുടെ തലത്തിൽ അതിനെ നമുക്ക് വ്യാഖ്യാനിക്കാനും പറ്റില്ല. ചിലപ്പോൾ സ്വപ്നമായിരിക്കാം, ചിലപ്പോൾ ദർശനമായിരിക്കാം, ചിലപ്പോൾ ശരിക്കും കണ്ടതായിരിക്കാം. പക്ഷെ അത് ദൈവം നമുക്കൊരു പ്രതീക്ഷ നൽകുന്നത് ഓരോ വഴികളിലൂടെ. തൊട്ടിലിൽ കിടക്കുന്ന ഒരു കുഞ്ഞിനെ കാണുക എന്ന് പറയുമ്പോൾ നമുക്കൊരു പുതിയ ജന്മം, ഒരു പ്രത്യാശ തന്നെ പ്രതീക്ഷയുണ്ടായിരുന്നു. പിന്നെ അന്ന് പ്രയറിൻ്റെ കാര്യം പറഞ്ഞ പോലെ 23-ാമത്തെ ദിവസത്തേക്ക് ഞങ്ങൾ എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ 23-ാമത്തെ ദിവസം തന്നെയാണ് അനങ്ങിയത്. രാവിലെ ഞാൻ അനങ്ങണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡോക്ടർ പറഞ്ഞത് ഇങ്ങനെ പിച്ചുമ്പോൾ തട്ടണം, അങ്ങനെയുള്ള അനക്കം വരണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം അതില്ല, വിരലൊക്കെ വെറുതെ അനക്കുമായിരുന്നു എന്നല്ലാതെ വേറെ റെസ്പോണ്ട് ഒന്നും ഉണ്ടായിരുന്നില്ല. 23-ാമത്തെ ദിവസം രാവിലെ ഞാനാണ് കയറിയത്, ഒരു മാറ്റം ഉണ്ടായിരുന്നില്ല. വൈകുന്നേരം മൂത്തളിയനാണ് കയറിയത്. അളിയനി പറഞ്ഞ പോലെ ബൈബിളൊക്കെ നന്നായിട്ട് പഠിക്കുന്ന ആളാണ്, മരിച്ചുപോയി. അപ്പോൾ അളിയൻ കയറിയപ്പോൾ അളിയൻ ചെല്ലുമ്പോൾ കാണുന്നത് അങ്ങനെ ഒരു കൈ എടുത്ത് മറ്റേ കൈമ്മ ചോറ് ചെയ്യണതാണ്. അളിയൻ ചെന്നതാണ്. അളിയന് ഭയങ്കര സന്തോഷമായി. അളിയനത് കണ്ടുപിടി ഭയങ്കര ഡോക്ടറിനെ വിളിച്ച്, ഭാഗ്യത്തിന് ആ സമയത്ത് ഡോക്ടർ ഉണ്ടായിരുന്നു, സിസ്റ്റേഴ്സ് ഒക്കെ ഓടി വന്നു അച്ഛൻ്റെ അളിയൻ്റെ സൗണ്ട് കേട്ടിട്ട്. അങ്ങനെയാണ് അളിയൻ പറഞ്ഞു തന്നു. അങ്ങനെ എല്ലാവരും ഓടി വന്ന് ഡോക്ടർ വന്നു. പിന്നെ ഡോക്ടർ അവിടെയൊക്കെ പിച്ചപ്പോൾ അതിനൊക്കെ ജോജോ റെസ്പോണ്ട് ചെയ്തു. അപ്പോൾ ഡോക്ടറിന് ഇത്രയും മതി, ഇനി നമുക്ക് അങ്ങനെ അവിടെ നിന്നാണ്. ടീച്ചർ പറയുന്ന കാര്യം ഞാൻ പറഞ്ഞല്ലോ, ഞാൻ 2 പേരുടെ കാര്യം പറഞ്ഞില്ലേ, ഈ 2 പേരുടെ കാര്യത്തിലും ഡോക്ടർ ഇത് തന്നെയാണ് പറഞ്ഞത്. ഒരനക്കം കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പിന്നീട് എന്തെങ്കിലും ചെയ്യാം. പക്ഷെ അവരുടെ കാര്യത്തിൽ നിർഭാഗ്യം എന്ന് പറഞ്ഞിട്ട് അനക്കം ഉണ്ടായില്ലെന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെ ജോജോന് പ്രാർത്ഥന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നാടല്ല, 2 ലോകം മുഴുവൻ പ്രാർത്ഥന എന്ന് വേണമെങ്കിൽ പറയാം. അത്രയും ആളുകൾ. ഇപ്പം എൻ്റെ വീട്ടിലും ആൻറ്റിമാര് അപ്പച്ചന് അവർ 7 മക്കളാണ്. അപ്പം അങ്ങനെ അവരുടെ മക്കളായിട്ടുള്ള അങ്ങനെ ബന്ധം ഇവിടെയും അങ്ങനെ തന്നെയാണ്. അമ്മച്ചിയുടെ വീട്ടിലും അപ്പം അവിടെ, പിന്നെ ജോജോൻ്റെ വീട്ടിലും 6 മക്കളാണ്. അങ്ങനെ ഒത്തിരി ആളുകൾ, പിന്നെ എല്ലാവരും അറിയും. ഇപ്പം എൻ്റെ നാട്ടിലായാലും ഇവിടെയൊക്കെ ആയാലും പൊതുവെ എല്ലാവരും അറിയണം. അതുകൊണ്ട് ഭയങ്കരമായിട്ട് പ്രാർത്ഥന ലഭിച്ചിട്ടുണ്ട് ജോജോനൊക്കെ. പ്രിയമുള്ളവരെ, 18 വർഷത്തിൻ്റെ ഒരു കഥയാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു എപ്പിസോഡിൽ ഇത് പൂർത്തീകരിക്കാനായിട്ട് പറ്റില്ല. അതുകൊണ്ട് ജോജോ ചേട്ടനോടും ലിൻസി ചേച്ചിയോടൊപ്പം നമ്മൾ മറ്റൊരു എപ്പിസോഡിൽ ഇതിൻ്റെ തുടർച്ചയായിട്ട് വീണ്ടും കണ്ടുമുട്ടും. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ. 23-ാമത്തെ ദിവസം അനങ്ങി. പിന്നെ ICU പെട്ടെന്ന് പുറത്തോട്ട് ഇറക്കാൻ പറ്റില്ല. അപ്പോൾ ഒരു 3-4 ദിവസം കൂടി എടുത്തു. കൂടെ നിൽക്കുന്നവർ തിരിച്ചറിയാൻ പറ്റാത്ത കുറേ പേരുണ്ടായിരുന്നു. അപ്പം ഞാൻ എൻ്റെ ഒരു വലിയ പ്രാർത്ഥന ആയിരുന്നു, എത്ര ദിവസം കണ്ടടച്ച് കിടന്നാലും
കണ്ണു തുറക്കുമ്പോൾ എന്നെ തുറക്കുമ്പോൾ എൻ്റെ എന്നല്ല എല്ലാവരും മനസ്സിലാകണം, തിരിച്ചറിയണം. കാരണം കുഞ്ഞുങ്ങളൊക്കെ വീട്ടിലാണ്. ഡോക്ടർ ഇങ്ങനെ പറഞ്ഞിരുന്നു, മിറക്കിള് സംഭവിച്ചാലേ എന്തെങ്കിലും മാറ്റം ഉണ്ടാവുള്ളൂ എന്ന് ആദ്യമേ പറഞ്ഞത്. മടുപ്പ് തോന്നാതെ നമ്മൾ പ്രാർത്ഥിക്കണം. ഇന്ന് കിട്ടിയില്ല എന്ന് വിചാരിച്ചിട്ട് പ്രാർത്ഥന നിർത്തരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, ക്ഷമയോടെ കാത്തിരിക്കുക.